ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ജിജി ചിലമ്പിൽ എഴുതിയ ക്രൈം ത്രില്ലർ നോവലായ മരണമുഖം. മലയെടുത്ത് മടിയിൽ വെച്ച മേഘങ്ങൾ ചെമ്മരിയാട്ടിൻ പറ്റങ്ങളെപ്പോലെ കോടമഞ്ഞ് അവിടവിടായി തങ്ങി നിൽക്കുന്നു. കിഴക്കിന്റെ അതരം ചുവന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആഞ്ചല നേരത്തെ ഉണർന്നു. പതിവ് പോലെ മാതാവിന്റെ രൂപത്തിനു മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ മടച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ സണ്ണിച്ചായന് നീ മാത്രമേ ഉള്ളൂ, കാത്തോളണേ. മൂകമായി അവളുടെ അതരം മന്ത്രിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ആഞ്ചല അടുക്കളയിലേക്ക് ചെന്നു. 7 മണിവരെ അവൾക്കിനി തിരക്കിട്ട പണികളാണ്. മറീതേട്ടന് കടയിലേക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളും കറികളും ഉണ്ടാക്കണം. അതിനിടെ കട്ടൻ കാപ്പി ഇട്ടു കൊടുക്കണം. ആഞ്ചല കലവും എടുത്തുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അടുക്കള വശത്താണ് കിണറ്. ആഞ്ചല വെള്ളം കോരി കലത്തിൽ നിറച്ചു. അകത്തുനിന്നും വറീതേട്ടന്റെ ഉച്ചത്തിലുള്ള ചുമ കേട്ടു. ചാച്ചൻ എണീറ്റതിന്റെ അടയാളമാണ്. ഇനി എത്രയും വേഗം കാപ്പി കൊണ്ടുചെന്ന് കൊടുക്കണമെന്നാണ് അതിനർത്ഥം. അവൾ വെള്ളം നിറച്ച കലം എടുത്തുകൊണ്ട് നിവർന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. തിണ്ണയിലെ അരഭിത്തിയിൽ ആരോ ചുരുണ്ടുകൂടി കിടക്കുന്നു. ആഞ്ചല ആദ്യമൊന്ന് പകച്ചു. ആരാണത്? വല്ല കള്ളനുമായിരിക്കുമോ? ആഞ്ചല വെള്ളക്കലം അവിടെ വെച്ചിട്ട് ഓടി അകത്ത് കയറി. അവൾ വറീതേട്ടൻ കിടന്നിരുന്ന മുറിയിലെത്തി. ചാച്ച, ചാച്ച! എന്താ മോളെ, നേരം വെളുത്തോ? തലയിൽ നിന്നും കമ്പിളി പുതുപ്പ് മാറ്റിക്കൊണ്ട് വറീതേട്ടൻ ചോദിച്ചു. ചാച്ച, തിണ്ണയിലൊരാൾ! അവൾ പറഞ്ഞത് കേട്ട് വറീതേട്ടൻ ചാടി എഴുന്നേറ്റു. അടുത്ത നിമിഷം ആഞ്ചലയുടെ കണ്ണിൽ ഒരു മിന്നലുണ്ടായി. സണ്ണിച്ചായൻ! അവൾ വിളിച്ചു കൂവിയതും ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നതും ഒപ്പമായിരുന്നു. ചാച്ച, നമ്മുടെ സണ്ണിച്ചായൻ! എൻ്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സന്തോഷം കൊണ്ട് ആഞ്ചലയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. വടിയും കയ്യിൽ പിടിച്ച് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു വറീതേട്ടൻ. മോനെ സണ്ണിച്ച! വറീതേട്ടന്റെ വിറയാർന്ന ശബ്ദം ഏതോ ഗഹ്വരത്തിൽ നിന്ന് വരുന്നതുപോലെ സണ്ണിക്ക് തോന്നി. ഏതായാലും അടിക്കാഞ്ഞത് ഭാഗ്യം. കുറെ അടിയും ഇടിയും കൊണ്ടിട്ടാ വരുന്നത് തന്നെ, ചിരിച്ചുകൊണ്ട് സണ്ണി പറഞ്ഞു. ആഞ്ചല അവനെ ആദ്യം കാണുന്നത് പോലെ നോക്കി. താടിയും മുടിയും വല്ലാതെ വളർന്നിരിക്കുന്നു. ശരീരം ഉടച്ചു വാർത്തതുപോലെ പദം വന്നിരിക്കുന്നു. മോനെ, നിന്നെ എപ്പോഴാടാ ജയിലിൽ നിന്ന് വിട്ടത്? വറീതേട്ടൻ വടി കളഞ്ഞിട്ട് സണ്ണിയുടെ അടുത്തായി അരഭിത്തിയിൽ വന്നിരുന്നു. എന്നിട്ട് അവന്റെ തഴമ്പ് പിടിച്ച കൈയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നലെ രാവിലെ. ഒരു കത്തയച്ചിരുന്നേ, ഞാനും ചാച്ചനും വരുമായിരുന്നല്ലോ. ആഞ്ചലയുടെ വാക്കുകളിലെ പരിഭവം അവൻ തിരിച്ചറിഞ്ഞു. ഞാൻ ഗൾഫിൽ നിന്ന് വരികയൊന്നല്ലല്ലോ കത്തയച്ചിട്ട് വരാൻ. സെൻട്രൽ ജയിലിൽ നിന്നല്ലേ? സണ്ണി അവളെ കളിയാക്കി ചിരിച്ചു. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി പെണ്ണെ. തീറ്റയും കുടിയും ഒന്നുമില്ലായിരുന്നോ? അതിന് മറുപടി അവൾ ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. അവളുടെ ഉള്ളിൽ ഒരു തേന്മഴ പെയ്തു. അപ്പോൾ സണ്ണിച്ചായൻ ആ വിളി മറന്നിട്ടില്ല. പെണ്ണെന്ന് അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ എന്തോരം കൊതിച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ സണ്ണിച്ചായൻ തന്നെ അങ്ങനെയാണ് വിളിക്കാറ്. ആ വിളിയിൽ വാത്സല്യമുണ്ട്, അധികാരമുണ്ട്. അത് കേൾക്കുമ്പോൾ തനിക്കും അങ്ങനെ തന്നെ. താൻ സണ്ണിച്ചായൻ്റേതാണെന്ന തോന്നലിന് ഉറപ്പ് കൂടുന്നത് പോലെ. ഞാനല്ല, സണ്ണിച്ചായനാ മെലിഞ്ഞു പോയത്. അവിടെ ഭക്ഷണമൊന്നും നേരത്തെ കിട്ടാറില്ലായിരുന്നോ? അതോ അവർ വല്ലാതെ ഉപദ്രവിച്ചിട്ടാണോ? ഭക്ഷണമൊക്കെ കിട്ടും. ഞാൻ സുഖവാസത്തിനൊന്നല്ലല്ലോ പോയത്. പിന്നെ ഉപദ്രവം ഉണ്ടായോന്ന് ചോദിച്ചാ ഇല്ല. അവര് കെട്ടിപ്പിടിച്ച് 3 നേരവും ഉമ്മ തരും. പോ ചുമ്മാ. ജയിലിലല്ലേ മോളെ, ഞാൻ കൊലക്കേസ് പ്രതിയും. കിട്ടാതിരിക്കുമോ? അതിന് സണ്ണിച്ചായൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. നീയും വറീതേട്ടനും അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ പോലീസ് കേസ് തെളിയിച്ചില്ലേ? കോടതിക്കും അത് ബോധ്യമായി. അതുകൊണ്ടാണല്ലോ എനിക്ക് ശിക്ഷ വിധിച്ചത്. മതി മതി പറഞ്ഞത്. അവന് വിശക്കുന്നുണ്ടാവും. മോളെ, വേഗം എന്തെങ്കിലും കഴിക്കാനുണ്ടാക്ക്, വറീതേട്ടൻ പറഞ്ഞു. ചാച്ചൻ ഇന്ന് കട തുറക്കാൻ പോണില്ലേ? ചായ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആഞ്ചല ചോദിച്ചു. ഇന്ന് കടയ്ക്ക് അവധി. സണ്ണിച്ച വന്നതല്ലേടി, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? വേണം ചാച്ച, ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. സന്തോഷത്തോടെ ആഞ്ചല സണ്ണിയെ നോക്കി. വറീതേട്ടന്റെ വീടിന് തൊട്ടുള്ള പറമ്പായിരുന്നു സണ്ണിയുടേത്. സണ്ണി തന്റെ വീടിന്റെ മുറ്റത്ത് കയറിയതും ഓർമ്മകളുടെ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് നിന്നുപോയി.
അറിയാതെ സണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആഞ്ചല കാണാതെ അവൻ കണ്ണുകൾ തുടച്ചു. പക്ഷേ അവളത് കാണുക തന്നെ ചെയ്തു. പഴയ ഓർമ്മകളിലാണ് സണ്ണിച്ചായനെന്ന് അവൾക്ക് തോന്നി. അവൻ ചാർത്തിലേക്ക് ഇറങ്ങി. തൻ്റെ കിടപ്പുമുറി. മേശപ്പുറത്ത് പുസ്തകങ്ങളും ഓഡിയോ കാസറ്റുകളും പഴയതുപോലെ അടുക്കും ചിട്ടയോടും തന്നെ ഇരിക്കുന്നു. അച്ചായൻ വാർത്ത കേൾക്കുന്ന റേഡിയോവും തൊട്ടടുത്തിരിപ്പുണ്ട്. നല്ല പുറംചട്ടയുള്ള ഒരു പുസ്തകം എടുത്തു. പിന്നെ പേജുകൾ മറിച്ചു നോക്കി. അപ്പോൾ അതിൽ നിന്നും നിറം മങ്ങിയ ഒരു പഴയ ഫോട്ടോ താഴേക്ക് വീണു. സണ്ണി കുനിഞ്ഞ് ഫോട്ടോ എടുത്തു. തലയ്ക്കുള്ളിൽ വൈദ്യുത പ്രവാഹമുണ്ടായതുപോലെ സണ്ണി ഞെട്ടിപ്പോയി. റോസ്മേരി, തൻ്റെ റോസി. സണ്ണി തൻ്റെ കയ്യിലിരിക്കുന്ന നിറം മങ്ങി തുടങ്ങിയ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് നിശ്ചലം നിന്നു. കുറേയധികം മധുരസ്മരണകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. തൻ്റെ പ്രിയപ്പെട്ട റോസി, തന്നെ മാത്രം ജീവശ്വാസമായി കൊണ്ടു നടന്ന തൻ്റെ റോസി. ഒടുവിൽ തൻ്റെ കുടുംബത്തിൻ്റെ പട്ടട തീർത്തവൾ, തന്നെ ഒരു കൊലയാളിയാക്കി കാരാഗൃഹത്തിലടച്ച റോസി. വേണ്ട, കഴിഞ്ഞതൊന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആഞ്ചല സണ്ണിയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ അപ്പോഴാണ് കണ്ടത്. ഒരു കൊടുങ്കാറ്റ് പോലെ ഓടി വന്ന അവൾ ആ ഫോട്ടോ തട്ടിപ്പറിച്ചു. എന്നിട്ട് പല്ലുറിമിക്കൊണ്ട് ക്രുദ്ധയായി സണ്ണിയെ നോക്കി. റോസ്മേരി, ഇപ്പോഴും അവളോടുള്ള പ്രേമം തീർന്നിട്ടില്ല അല്ലേ? ദുഷ്ടയാ അവള്. എനിക്ക് ആ നാശം പിടിച്ചവളെ കാണുന്നത് ഇഷ്ടമല്ല, അവളുടെ ഫോട്ടോ പോലും. വെറുപ്പോടെ ആഞ്ചല ആ ഫോട്ടോ കുനുകുനെ കീറി വലിച്ചെറിഞ്ഞു. ആഞ്ചലെ, ആ ഫോട്ടോ കീറിക്കളഞ്ഞുവെന്ന് കരുതി അവളെ എൻ്റെ മനസ്സിൽ നിന്നും പറിച്ചു കളയാൻ നിനക്ക് കഴിയുമോ? ശാന്തതയോടെ സണ്ണി ചോദിച്ചു. പറിച്ചു കളയണ്ട, ഇപ്പോഴും മനസ്സിൽ വെച്ച് പൂവിട്ട് പൂജിച്ചോ. എന്നിട്ട് ചെന്ന് വിളിച്ചോണ്ട് വന്ന് കൂടെ പൊറപ്പിച്ചോ. എന്നെ വിട്ടേര്, ഞാൻ പോയേക്കാം. ദേഷ്യപ്പെട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയ അവളുടെ കയ്യിൽ സണ്ണി കയറി പിടിച്ചു. പോകാതടി പെണ്ണെ, പറയട്ടെ. വേണ്ട സണ്ണിച്ചായ, അവളെക്കുറിച്ചാണെങ്കിൽ ഒന്നും പറയണമെന്നില്ല. എനിക്ക് കേൾക്കുകയും വേണ്ട. പണ്ടും ഇത് ഞാൻ കുറെ കേട്ടതാ. എന്നിട്ട് എന്തായി? അവളെ സ്നേഹിച്ചതിന്റെ ഫലം ഒന്നായി കിട്ടിയില്ലേ? അതുകൊണ്ടൊന്നും മതിയായിട്ടില്ലെങ്കിൽ പൊയ്ക്കോ, ഞാൻ തടയുന്നില്ല. അല്ലെങ്കിൽ തന്നെ സണ്ണിച്ചായനെ തടയാൻ ഞാനാര്? എൻ്റെ സ്വപ്നങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എന്തു വില? ഞാൻ വെറും ഒരു പൊട്ടിപ്പെണ്ണ. പറഞ്ഞു വന്നപ്പോഴേക്കും സങ്കടം കാരണം അവളുടെ തൊണ്ടയിടറി. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് സണ്ണിയുടെ പിടിയിൽ നിന്നും മാറി നിന്നു. ആഞ്ചലെ, എൻ്റെ റോസി പാവമായിരുന്നു. എനിക്കറിയാം അവളെ. പക്ഷേ അവളുടെ ഡാഡിയും ചേട്ടനും കളിച്ച നാടകം സത്യമാണെന്ന് അവൾ വിശ്വസിച്ചു. അവിടെയാണ് റോസിക്ക് തെറ്റുപറ്റിയത്. ഞാൻ തോറ്റുപോയതും അവിടെയാണടി. അവൾക്ക് പറ്റിയ തെറ്റ് പിന്നീട് മനസ്സിലായി കാണും. അപ്പോഴേക്കും തിരുത്താനുള്ള സമയം കഴിഞ്ഞു പോയിരുന്നു. അവൾ ആ ചെകുത്താൻ്റെ ഭാര്യയുമായി. അതല്ലേ സത്യം? സണ്ണി ആഞ്ചലയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് തുടർന്നു. സത്യത്തിൻ്റെ നേരെ മുഖം തിരിക്കരുത് മോളെ. കണ്ണുകൾ അടച്ച് ഇരുട്ടാക്കാൻ ആർക്കും കഴിയില്ല. നിനക്കും ജാൻസിമോൾക്കും റോസ് ചേച്ചി ഒരിക്കൽ ജീവനല്ലായിരുന്നു? അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? സണ്ണിയൊന്ന് നിർത്തി. എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നത് പോലെയൊന്ന് നിശ്വസിച്ചു. റോസി തന്നെ ചതിച്ചിട്ടുണ്ടോ? സണ്ണി തന്നോട് തന്നെ ചോദിച്ചു. സാഹചര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ അവൾ നിരപരാധിയാണ്. തൻ്റെ റോസിക്ക് ഒരിക്കലും തന്നെ ചതിക്കാനാവില്ല. പക്ഷെ സംഭവിച്ചത് തൻ്റെ വിധിയായിരിക്കും. അങ്ങനെ അയാൾ സമാധാനിച്ചു. സണ്ണി കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ നിറഞ്ഞ കണ്ണുനീർ പീലുകൾക്കിടയിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങി കവിൾത്തടങ്ങളെ നനച്ചു. മേടയിൽ കുര്യച്ച, നീ ചെയ്ത തെറ്റുകൾക്ക് തിരിച്ചടി നൽകുന്നത് ഞാനാണ്. ചെത്തിമറ്റം സണ്ണി, കാത്തിരുന്നോ, കരുതിയിരുന്നോ? നിന്റെ നാശമാണ് എൻ്റെ ജീവിതവ്രതം. മറിയതേട്ടാ, നാളെ താമരശ്ശേരി വരെ പോകണം. ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്ന ഒരു പതിവുണ്ട്. ഞാൻ വന്നിട്ട് 2 ദിവസമായി. പിന്നെ സേവിച്ചനൊന്ന് കാണണം. വൈകുന്നേരം മറിയതേട്ടൻ വന്നപ്പോൾ സണ്ണി പറഞ്ഞു. മോനെ, അച്ഛനിപ്പോൾ പഴയതുപോലെ വയ്യെന്നാ കേട്ടത്. എങ്കിലും നിന്നെ കണ്ട തിരിച്ചറിയാതിരിക്കില്ല. എന്നെ അച്ഛൻ അറിയും. ഒരു മകനെ പോലെ അല്ലായിരുന്നു എന്നെ സ്നേഹിച്ചത്. ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ അച്ഛൻ എന്തുമാത്രം സഹായം ചെയ്തു തന്നു. അച്ചായൻ്റെ കൂടെ ചെല്ലുമ്പോൾ പറയുമായിരുന്നു എനിക്ക് ചേരുന്നത് ഒരു പുരോഹിതൻ്റെ വേഷമാണെന്ന്. ഞാനിപ്പോൾ... സണ്ണി ഒരു നിമിഷം നിർത്തി. അച്ചായൻ്റെ ആഗ്രഹം എന്നെ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആക്കണമെന്നായിരുന്നു. അമ്മച്ചിക്ക് ഞാനൊരു പള്ളിയിലച്ഛനാകുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ ഞാൻ ചെന്നെത്തിയതോ കൊലപാതകയായി.
12 വർഷം ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട് സെൻട്രൽ ജയിലിൽ. എൻ്റെ ഉയർച്ച കാണാൻ ആഗ്രഹിച്ചവരും സ്വപ്നം കണ്ടവരും ഇന്നെവിടെ? എല്ലാവരും പോയി, എന്നേക്കാൾ മുമ്പേ. പറഞ്ഞു വന്നപ്പോൾ സണ്ണിയുടെ തൊണ്ടയിടറി. ചിലപ്പോൾ ഞാൻ ഓർക്കും, എന്തിനിങ്ങനെ അനാഥനായി ജീവിക്കുന്നുവെന്ന്. ജയിലിൽ കിടന്ന് മരിച്ചെങ്കിൽ എത്ര നന്നായനെ. അല്ലെങ്കിൽ ജീവപര്യന്തം വധശിക്ഷയാക്കി മാറ്റി തൂക്കിലേറ്റിയെങ്കിൽ അതായിരുന്നു ഇതിനേക്കാൾ ഭേദം. മോനെ, സണ്ണിച്ച, ദൈവത്തിന് നിരക്കാത്തത് പറയല്ലേ. ആർക്കും വേണ്ടെങ്കിലും നിന്നെ ഞങ്ങൾക്ക് വേണമടാ. എൻ്റെ മോക്ക് വേണം. നിന്നെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല. നീ അനാഥനല്ലടാ. വറീതേട്ടൻ അവനെ കെട്ടിപ്പുണർന്നു. ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സണ്ണിച്ചായന് വേണ്ടി 8 വർഷം കാത്തിരുന്നത് ഞാൻ സണ്ണിച്ചായൻ്റെ ആരുമല്ലായിട്ടാണോ? പറയ്. ആ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും അല്പം ഇട എനിക്ക് തരില്ലേ സണ്ണിച്ചായ? പറയ്. അവൻ്റെ തോളത്ത് പിടിച്ചുലച്ചുകൊണ്ട് ആഞ്ചല ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഒക്കെ വൈകിപ്പോയില്ലേ മോളെ? ഈ കൊലക്കേസ് പ്രതിയെ നിനക്കെന്തിനാ? എൻ്റെ ചോര കുതിച്ചുകൊണ്ട് കുറേ ചെന്നായ്ക്കൾ പിന്നാലെയുണ്ട്. അതിനിടയിൽ നീ എന്നേക്കാൾ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് കിട്ടും. വേണ്ട. സണ്ണിച്ചായൻ്റെ യോഗ്യത ഒരു കൊലക്കേസ് പ്രതിയാണെന്ന് ഉള്ളതാണെങ്കിൽ ആ യോഗ്യത മതി ഈ ആഞ്ചലയ്ക്ക്. 8 വർഷം മുമ്പ് മാതാവിൻ്റെ മുന്നിൽ വെച്ച് ഞാനെടുത്ത തീരുമാനം അത് മാറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? പണ്ടും നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചവനാ ഞാൻ. ഞാനിപ്പോൾ ഈ സ്നേഹം അർഹിക്കുന്നുണ്ടോ? പറയ്. അതൊന്നും എനിക്കറിയില്ല സണ്ണിച്ചായ. ആ സ്നേഹത്തിൻ്റെ അളവുകളൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല. പക്ഷേ ഒന്നോർത്തോ, ആഞ്ചല ജീവിക്കുന്നുണ്ടെങ്കിലും മരിക്കുന്നുണ്ടെങ്കിലും അത് സണ്ണിച്ചായൻ്റെ കൂടെ ആയിരിക്കും. സത്യം. കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ചല അകത്തേക്ക് പോയി. കേട്ടില്ലേ വറീതേട്ടാ അവൾ പറയുന്നത്? എനിക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ടെന്ന് അറിയാമല്ലോ. ആരൊക്കെ പറഞ്ഞാലും ഒന്നും ബാക്കി വയ്ക്കാൻ ആവില്ല എനിക്ക്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനുണ്ടായില്ലെന്ന് വരാം. ചിലപ്പോൾ മറ്റൊരു ജീവപര്യന്തം കൂടി. ആഞ്ചലയെ വറീതേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലട മോനെ, അവൾ പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നിങ്ങളില്ലാത്ത ലോകത്ത് ഈ വൃദ്ധം പിന്നെ എന്തിനാ? നീ വിഷമിക്കണ്ട. മാതാവ് നല്ലതേ വരുത്തൂ. മോൻ കിടന്നു. നേരെ ഒരുപാടായി, വറീതേട്ടൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി കിടന്നോളാം വറീതേട്ടാ. എത്ര വർഷമായി എൻ്റെ കട്ടിലിൽ കിടന്നിട്ട്. അവിടെ ആകുമ്പോൾ എല്ലാവരെയും എനിക്ക് കാണാം. അവരുടെ സാന്നിധ്യം എനിക്കറിയാം. അവരുമായി സംസാരിക്കാം. രാവിലെ കാണാം. ലൈറ്റ് ഓഫാക്കിയിട്ട് സണ്ണി കട്ടിലിൽ കയറി കിടന്നു. കണ്ണുകൾ അടച്ചു. കുറേ അവ്യക്ത രൂപങ്ങൾ കൺമുമ്പിലൂടെ കടന്നുപോയി. ഉറക്കം കൺപോളകളെ ആക്രമിച്ചു. സണ്ണി, മോനെ സണ്ണിച്ചാ. ആരോ വിളിക്കുന്നു. അമ്മച്ചിയാണോ? അതെ, അമ്മച്ചി തൊഴുത്തിൽ പശുവിന് വൈക്കോൽ വാരിയിടാൻ വേണ്ടി. ദാ വരുന്നമ്മച്ചി. അവൻ വിളി കേട്ടു. സണ്ണിച്ചാ. വീണ്ടും ആ ശബ്ദം. എന്തോ? വിളി കേട്ടുകൊണ്ട് അവൻ കണ്ണു തുറന്നു. അമ്മച്ചി എവിടെ? എല്ലാം എൻ്റെ തോന്നലായിരുന്നു. താൻ കിനാവ് കണ്ടതാണോ? സണ്ണി കണ്ണു തിരുമ്മിക്കൊണ്ട് ചുറ്റും നോക്കി. അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. അമ്മച്ചിയെ ഓർത്തുകൊണ്ട് കിടന്നിട്ടാ സ്വപ്നം കണ്ടത്. സണ്ണി, മോനെ. സ്വപ്നമല്ല, ആരോ തന്നെ വിളിക്കുന്നുണ്ട്. അവൻ എണീറ്റ് ലൈറ്റിട്ടു. എന്നിട്ട് തിണ്ണയിലേക്കുള്ള വാതിൽ തുറന്നു. മുറ്റത്ത് ഒരാൾ രൂപം നിൽക്കുന്നു. അവന് ആളെ മനസ്സിലായില്ല. സണ്ണി പുറത്തെ ലൈറ്റിട്ടു. ഒരു സ്ത്രീയാണ്. മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായ രൂപം, പാറിപ്പറന്ന മുടിയിഴകൾ, കുഴിഞ്ഞ കണ്ണുകൾ. പക്ഷേ അവരെ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്. ആരാണെന്ന് ഓർത്തെടുക്കാൻ സണ്ണിക്ക് കഴിഞ്ഞില്ല. മോനെ സണ്ണി, എന്നെ മറന്നോടാ നീ? ആ ശബ്ദം. സണ്ണിയുടെ തലയ്ക്കുള്ളിൽ ഒരു മിന്നലുണ്ടായി. ഡെയ്സി ചേച്ചി. സണ്ണി അവിശ്വസനീയമായ കാഴ്ച കാണുന്നത് പോലെ ഡെയ്സിയെ നോക്കി. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് കരുതിയ ഡെയ്സി ചേച്ചി തൊട്ടു മുമ്പിൽ. ഗതകാല സ്മരണകൾ സണ്ണിയിലൂടെ കടന്നുപോയി. തൻ്റെയും ജാൻസി മോളുടെയും ഡെയ്സി ചേച്ചി. എത്ര സുന്ദരിയായിരുന്നു ഡെയ്സി ചേച്ചി. മഞ്ഞുവയൽ പള്ളിയിൽ വരുന്നതിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ചെത്തിമറ്റത്തെ ഡെയ്സിക്കാണെന്ന് രഹസ്യമായി പല ചെറുപ്പക്കാരും പറയുമായിരുന്നു. പൊന്നും പണവും വേണ്ട, പെണ്ണിനെ കെട്ടിച്ചു തരാമോ എന്ന് എത്ര പേർ നേരിട്ടും ദലാളന്മാർ മുഖേനയും അച്ചായനോട് ചോദിച്ചിരിക്കുന്നു. ആ ചേച്ചി ഇപ്പോൾ. സണ്ണിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
തൻ്റെ ഡേസി ചേച്ചിയുടെ പ്രേതമാണോ മുന്നിൽ നിൽക്കുന്നത്? മോനെ സണ്ണി, ഞാൻ അകത്തോട്ട് വരട്ടടാ. വളരെ ക്ഷീണിതമായിരുന്നു ആ ശബ്ദം. അപ്പോഴാണ് താൻ ചിന്തകളുടെ ലോകത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നുവെന്ന് സണ്ണിക്ക് മനസ്സിലായത്. കയറി വാ ചേച്ചി. വിറയ്ക്കുന്ന കാലടികളോടെ ഡേസി തിണ്ണയിൽ കയറി. ഈ മുറ്റത്ത് ചവിട്ടിയാ നിന്റെ കാല് ഞാൻ തല്ലിയൊടുക്കും ഉരുമ്പട്ടോളെ. അച്ചായൻ്റെ ശബ്ദം ഒരു നിമിഷം അവളുടെ കാതുകളിൽ മുഴങ്ങി. ഭിത്തിയിലെ ചില്ലിട്ട ഫോട്ടോയിലേക്ക് ഡേസി നോക്കി. കുറേ ഓർമ്മകൾ മനസ്സിൽ ഓടിയെത്തി. അച്ചായ, അമ്മച്ചി, ഞാൻ വന്നു. മാപ്പ് ചോദിക്കാൻ പോലും അർഹത എനിക്കില്ലെന്നറിയാം. എങ്കിലും എനിക്ക് വരേണ്ടി വന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. മൂകമായി അവൾ മന്ത്രിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് സണ്ണി കണ്ടു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ ചേച്ചി? ഇനി അതൊക്കെ ഓർത്തിട്ട് എന്താ പ്രയോജനമുള്ളത്? നമ്മുടെ അച്ചായനും അമ്മച്ചിയും ജാൻസിമോളും ഒക്കെ പോയില്ലേ? ചേച്ചി അകത്തോട്ട് കയറിയിരിക്കേ. നീ എന്നാടാ ജയിലിൽ നിന്ന് വന്നത്? ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ആരും കാണുകയില്ല എന്ന് വിചാരിച്ച് തന്നെ ഞാൻ വന്നത്. നിന്നെ കണ്ടത് ഏതായാലും നന്നായി. ചേച്ചി, ചന്ദ്രേട്ടൻ, എൻ്റെ അളിയൻ. സണ്ണിയൊന്ന് നിർത്തി. അങ്ങേര് മരിച്ചു പോയടാ. 6 മാസമായി. അത് കേട്ട് സണ്ണി ഞെട്ടിപ്പോയി. തൻ്റെ ചേച്ചി ഒരു വിധവയാണെന്നോ? കുട്ടികൾ? അങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലടാ. അച്ചായനെയും അമ്മച്ചയെയും ധിക്കരിച്ച് എവിടുന്നോ വന്ന ഒരു ഡ്രൈവറുടെ കൂടെ ഓടിപ്പോയതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും അത്. സാരിത്തുമ്പുകൊണ്ട് ഡേസി മുഖം തുടച്ചു. ചന്ദ്രന്റെ മുഖം ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുക്കാൻ പാടുപെടുകയായിരുന്നു സണ്ണി. മേഴയിൽ കുര്യച്ചൻ്റെ ജീപ്പ് ഡ്രൈവറായിരുന്നു ചന്ദ്രൻ. കുര്യച്ചൻ മുതലാളിയുടെ വിശ്വസ്തനായി ചന്ദ്രൻ മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. തന്നോട് ചന്ദ്രൻ സ്നേഹമായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിൽ വരും. ചിലപ്പോൾ തന്നോടും അച്ചായനോടൊപ്പം ചീട്ടു കളിക്കാനും കൂടും. പക്ഷേ അവൻ്റെ വരവിനു പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചന്ദ്രേട്ടൻ എങ്ങനെയാ മരിച്ചത്? ചന്ദ്രേട്ടനും ഞാനും കൂടി കർണാടകയിലെ മടിക്കേരി എന്ന സ്ഥലത്തെത്തി. അവിടെ ചന്ദ്രേട്ടൻ്റെ പരിചയക്കാരൻ്റെ സഹായത്താൽ ഒരു കുടകൻ്റെ ടാക്സി കാറിൽ ഡ്രൈവറുടെ പണി കിട്ടി. താമസം ഒരു വാടക വീട്ടിലും. 6 മാസം മുമ്പ് ചന്ദ്രേട്ടൻ ബാംഗ്ലൂരിനൊരു ഓട്ടം പോയി. തിരിച്ചു വരുന്ന വഴി കാറ് കൊക്കയിൽ വീണ് കത്തിച്ചാമ്പലായി. ചാരം പോലും കിട്ടിയില്ല. ഡേസിയുടെ തൊണ്ടയിടറി. ശബ്ദം വിറച്ചു. ആരും തുണയില്ലാതെ ഞാൻ തോട്ടത്തിൽ പണിക്ക് പോകാൻ തുടങ്ങി. ഒടുവിൽ ആ ജീവിതവും ദുസ്സഹമായപ്പോഴാണ് രണ്ടു കൽപ്പിച്ച് ഇങ്ങോട്ട് പോന്നത്. സാരമില്ല ചേച്ചി, എല്ലാം വിധിയാണെന്ന് നമുക്ക് സമാധാനിക്കാം. അല്ലാതെ ഞാൻ എന്താ പറയും? കൂടപ്പിറപ്പുകളൊന്നുമില്ലല്ലോ എന്ന് കരുതി ദുഃഖിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ ചേച്ചിയെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. സണ്ണി ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് പറഞ്ഞു. ജേസിയെ കണ്ടതും വിവരങ്ങൾ അറിഞ്ഞതും വറീദേട്ടന് സന്തോഷമായി. മോള് വന്നതുകൊണ്ട് സണ്ണിച്ചനൊരു കൂട്ടായല്ലോ. ഏതായാലും നന്നായി. ഇനി മോള് വേണം കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, വറീദേട്ടൻ പറഞ്ഞു. ഞാനിന്ന് താമരശ്ശേരിയിൽ പോയിട്ട് വരാം. ചേച്ചി ആഞ്ചലയുടെ അടുത്ത് പോയിരുന്നോ? തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ട് സണ്ണി പറഞ്ഞു. ഡേസി തല കുലുക്കി. താമരശ്ശേരിക്കുള്ള അശ്വതി ബസ് ഇറക്കമിറങ്ങി വരുന്നുണ്ടായിരുന്നു. സണ്ണി കൈ കാണിച്ച് ബസ്സിൽ കയറി. താമരശ്ശേരിയിൽ ചെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് സണ്ണി ബിഷപ്പ് ഹൗസിന് സമീപമുള്ള പ്രീസ്റ്റ് ഹോമിലേക്ക് പോയത്. ഓട്ടോ മുറ്റത്ത് ചെന്ന് നിന്നു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സണ്ണി സിറ്റ് ഔട്ടിലേക്ക് കയറി. അവിടെ ഞാത്തിയിട്ടിരുന്ന മണിച്ചരടിൽ പിടിച്ചു വലിച്ചു. ചെറിയൊരു ശബ്ദത്തോടെ അകത്ത് മണി മുഴങ്ങി. നിമിഷങ്ങൾക്കകം ഒരു പയ്യൻ വന്ന് വാതിൽ തുറന്നു. ആരാ? എന്തു വേണം? ഞാൻ സണ്ണി. എനിക്ക് ഫാദർ സേവ്യർ പുല്ലന്തറയെ ഒന്ന് കാണണം. അച്ഛനുണ്ടോ? ഉവ്വ്, ഞാൻ ചോദിച്ചു വരാം. പയ്യൻ അകത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ചെല്ലാൻ പറഞ്ഞു. സണ്ണി അവൻ്റെ പിന്നാലെ അകത്തേക്ക് ചെന്നു. ദാ അപ്പുറത്തെ മുറിയാ. അവൻ അച്ഛൻ്റെ മുറി കാണിച്ചു കൊടുത്തു. മിടിക്കുന്ന ഹൃദയത്തോടെ സണ്ണി വാതിലിൽ തട്ടി. കടന്നു വന്നോളൂ. അകത്തു നിന്നും പതിഞ്ഞൊരു ശബ്ദം സണ്ണി കേട്ടു. അവൻ കയറി ചെന്നു. കട്ടിലിൽ ചാരിക്കിടക്കുന്ന മെലിഞ്ഞ താടി വളർത്തിയ ഒരു പടുവൃദ്ധൻ. കുഴിയിലേക്ക് ആണ്ടതുപോലുള്ള കണ്ണുകൾ. പക്ഷേ അതിലെ തീക്ഷ്ണഭാവത്തിന് ഇപ്പോഴും മാറ്റമില്ലെന്ന് സണ്ണിക്ക് തോന്നി. തലയുടെ മുൻഭാഗത്ത് മുഴുകഷണ്ടി ബാധിച്ചിരിക്കുന്നു. പിന്നിലേക്ക് നീണ്ടു നിൽക്കുന്ന നരച്ച തലമുടിക്ക് കഴുത്തോളം നീളമുണ്ട്. പഞ്ഞി പോലെ നരച്ച താടി രോമങ്ങൾ മാറിടത്തിൻ്റെ താഴെ വരെ നീണ്ടു കിടക്കുന്നു. ആരാ? എവിടുന്നാ?
ഏതോ ഗഹ്വരത്തിൽ നിന്നെന്ന പോലെ ആ ശബ്ദം മുറിക്കുള്ളിൽ മുഴങ്ങി. സണ്ണി കിടക്കയ്ക്ക് സമീപം സ്റ്റൂളിലിരുന്നു. പിന്നെ ശോഷിച്ച ആ വൃദ്ധ കരങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ചോ, എന്നെ മനസ്സിലായില്ലേ? ഞാനാ ചെത്തിമറ്റ സണ്ണി, ജയിലായ സണ്ണി. ആ കണ്ണുകളിലെ കൃഷ്ണമണികൾ വിടരുന്നതും മുഖത്ത് ചുളിവുകൾ വീഴുന്നതും സണ്ണി കണ്ടു. സണ്ണി, ചെത്തിമറ്റം സണ്ണി. അച്ഛൻ്റെ അധരം മന്ത്രിച്ചു. അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? പിന്നെ നിന്നെ മറക്കാൻ പറ്റുമോടാ? അച്ഛൻ്റെ കൈവിരലുകൾ അവൻ്റെ കൈപ്പുറത്ത് തലോടി. സണ്ണിയുടെ കണ്ണു നിറഞ്ഞു. അച്ഛൻ എങ്ങനെയുണ്ട്? ദൈവം വിളിക്കാറായി മോനെ. അവൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയവും കാത്തു കിടക്കുകയാണ് ഞാൻ. നീ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? 3-4 ദിവസമായച്ചോ. ഇപ്പോഴാ അച്ഛനെ വന്ന് കാണാൻ സാധിച്ചത്. നന്നായി മോനെ. എനിക്കറിയാം നിന്നെ. നീ നിരപരാധിയാണെന്നും എനിക്കറിയാം, ദൈവത്തിനും അറിയാം. പക്ഷേ അതൊന്നും പോരല്ലോ മോനെ. ആ പെങ്കൊച്ചിനെ നീ വിഷമിപ്പിക്കരുത്. നിനക്ക് വേണ്ടി തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ കുറേ കണ്ണുനീര് വീണിട്ടുണ്ട്. അത് കണ്ടില്ലെന്നും നടിക്കരുത്. സണ്ണിയുടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു. ഇല്ലച്ചോ, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവുക. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടി അച്ഛനെ കാണാൻ വരുന്നുണ്ട്. നന്നായി മോനെ, നിങ്ങൾക്ക് നല്ലതേ വരൂ. അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ ആനന്ദവും സംതൃപ്തിയും നിറഞ്ഞു. സണ്ണി ഓട്ടോയിൽ കയറി. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഓട്ടോ നിന്നു. സണ്ണി ഓട്ടോ കൂലി കൊടുത്ത ശേഷം സ്റ്റേഷനിലേക്ക് ചെന്നു. എന്താ? പാറാവ് നിന്ന പോലീസുകാരൻ ചോദിച്ചു. എനിക്ക് CI സാറിനെ കാണണം. അകത്തോട്ട് ചെന്നോളൂ, പാറാവുകാരൻ പറഞ്ഞു. സണ്ണി ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. മുഖം കുനിച്ച് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ. സർ. സണ്ണി വിളിച്ചതും HC തലയുയർത്തി നോക്കി. കഴിവോടെ മോനെ, നീ ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട് എന്താടാ താലപ്പൊലിയുമായി ഞങ്ങൾ വന്ന് സ്വീകരിക്കാത്തതുകൊണ്ടാണോ ഒന്ന് ഒപ്പിടാത്തത്? ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സണ്ണി ഞെട്ടിപ്പോയി. പിന്നിൽ ക്രുദ്ധഭാവത്തിൽ CI ശേഖരൻ തമ്പി. ഇയാൾ ഇവിടെ? ഒന്നും മനസ്സിലാകാതെ സണ്ണി പകച്ചു നിന്നു. സണ്ണി പുറത്തേക്ക് വന്ന ഞെട്ടൽ മറച്ചുകൊണ്ട് CI ശേഖരൻ തമ്പിയെ നോക്കി. തൻ്റെ കുടുംബത്തിൻ്റെ അടിവേരിളക്കാൻ ഇവനും കൂട്ടുനിന്നിട്ടുണ്ട്. മേടയിൽ കുര്യച്ചൻ്റെ നക്കാപ്പിച്ചം വാങ്ങി തന്നെ കള്ളക്കേസിൽ കുടുക്കി കുറ്റം സമ്മതിപ്പിച്ചതും ഇവനാണ്. അന്നത്തെ SI ആയിരുന്നു ശേഖരൻ തമ്പി. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് സണ്ണി ഒരു നിമിഷം നിശ്ചലനായി നിന്നു. നീ എന്താടാ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുവാണോ? ഇതെന്താ നിന്റെ അച്ചി വീടോ? ഒപ്പിട്ടിട്ട് പോകാൻ നോക്കടാ കൊച്ചനെ, ആളെ മിനക്കെടുത്താതെ. ശേഖരൻ തമ്പിയുടെ ശബ്ദം സണ്ണിയെ ചിന്തയിൽ നിന്നുണർത്തി. ഹെഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ രജിസ്റ്റർ തുറന്ന് ഒപ്പിടേണ്ട സ്ഥലം അവന് കാണിച്ചു കൊടുത്തു. സണ്ണി പേരെഴുതി ഒപ്പിട്ട് തല ഉയർത്തി നോക്കി. 4 കണ്ണുകൾ തമ്മിലിടഞ്ഞു. ശേഖരൻ തമ്പിയുടെ ചോരക്കണ്ണുകൾ അവൻ്റെ പുരുകങ്ങൾക്കിടയിൽ തറഞ്ഞു നിന്നു. പഴയതിൻ്റെ ബാക്കി വല്ലതും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയുന്നതായിരിക്കും ആയുസിന് നല്ലത്. അല്ലെങ്കിൽ മറ്റൊരു കള്ളക്കേസുണ്ടാക്കി ഒരു ജീവപര്യന്തം കൂടി വാങ്ങിച്ചു തരാൻ ശേഖരന് കഴിയുമെന്ന കാര്യം മറക്കണ്ട. വരട്ടെ സർ. പോടാ പോ. പുച്ഛത്തോടെ ശേഖരൻ ചെറുകോട്ടി. പോലീസ് സ്റ്റേഷന് പുറത്ത് വന്ന സണ്ണിക്ക് ഒരു ചായ കഴിക്കണമെന്ന് തോന്നി. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോന്നത്. എതിർവശത്തുള്ള സംഗമ ഹോട്ടലിലേക്ക് സണ്ണി കയറി. അവൻ ഫാമിലി റൂമിൽ പോയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ താനും റോസിയും ഒരിക്കൽ ഇതേ മുറിയിലിരുന്ന് ചായ കഴിച്ച കാര്യം സണ്ണിക്ക് ഓർമ്മ വന്നു. റോസ്മേരിയെക്കുറിച്ച് ഓർത്തപ്പോൾ സണ്ണിയുടെ ശരീരത്ത് കുളിരുകോരി. പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് ഒരു താമരവള്ളി പോലെ തൻ്റെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന പെണ്ണ്. മരിച്ചാലും ജീവിച്ചാലും സണ്ണിച്ചായൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞ തൻ്റെ റോസി. അവളെ തനിക്കൊന്ന് കാണണം, കണ്ടേ മതിയാവൂ. 8 കൊല്ലം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവളോട് ചെയ്തതെന്ന് ചോദിക്കണം. തൻ്റെ ജീവനേക്കാൾ ഏറെ താൻ റോസിയെ സ്നേഹിച്ചതിനാണോ ഇങ്ങനെയൊരു ശിക്ഷ അവളും കൂടി ചേർന്ന് വാങ്ങിച്ചു തന്നതെന്ന് അറിയണം. ഇല്ലെങ്കിൽ തനിക്കൊരിക്കലും മനസ്സമാധാനമുണ്ടാകില്ല. കൗണ്ടറിൽ ബില്ല് പേ ചെയ്ത് സണ്ണി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. അവിടെ ആളെ കയറ്റിക്കൊണ്ടിരുന്ന തിരുവമ്പാടിക്കുള്ള ബസ്സിന് സണ്ണി കയറി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബസ് അതിൻ്റെ പ്രയാണം ആരംഭിച്ചു. ബസ് അരമണിക്കൂർ കൊണ്ട് തിരുവമ്പാടിയിലെത്തി. സണ്ണി സ്റ്റാൻഡിലിറങ്ങി. പുന്നക്കലിന് പോകുന്ന വഴിയിലാണ് ഡോക്ടർ ആൽബർട്ടിൻ്റെ ഹോസ്പിറ്റൽ.
അതിനടുത്ത് തന്നെ കുര്യച്ചൻ വാങ്ങിച്ചു കൊടുത്ത വീട്ടിലാണ് ആൽബർട്ടും റോസ്മേരിയും താമസിക്കുന്നത്. സണ്ണി ഒരു ഓട്ടോ പിടിച്ചു. പള്ളിപ്പടിക്കിൽ നിന്നും പുന്നക്കിലുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം ഓടിയ ശേഷം ഹോസ്പിറ്റലിന് മുമ്പിൽ ഓട്ടോ നിന്നു. സണ്ണി ഓട്ടോയിൽ നിന്നിറങ്ങി. ഹോസ്പിറ്റലിന് സമീപം ഇരുനില ബംഗ്ലാവ് അവൻ കണ്ടു. ഗേറ്റിൽ ഡോക്ടർ ആൽബർട്ട് എന്നെഴുതിയ നെയിം ബോർഡ് ഉണ്ടായിരുന്നു. സണ്ണി വിറയ്ക്കുന്ന കാലടികളോടെ ഗേറ്റ് തള്ളി തുറന്ന് ചരൽ നിറച്ച മുറ്റത്തേക്ക് കയറി. പുറത്തെങ്ങും ആരെയും കാണാനില്ല. വാതിലുകളും ജനാലകളും അടഞ്ഞു കിടക്കുന്നു. ഇവിടെ ആരുമില്ലാതെ വരുമോ? സണ്ണി സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി. അകത്ത് താളാത്മകമായ കിളിനാദമുയർന്നു. ആരോ നടന്നു വരുന്ന പാദപതന ശബ്ദം സണ്ണി കേട്ടു. അവന്റെ ഹൃദയമിടിപ്പിന് വേഗതയേറി. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറന്നു. ഒരു നിമിഷം സണ്ണി വിസ്മയിച്ചു പോയി. മുമ്പിൽ റോസ്മേരി, തൻ്റെ റോസി. അവളും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. സണ്ണിയെ ഒരിക്കൽ പോലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. 8 വർഷം മുമ്പ് സബ് ജയിലിൽ വെച്ചാണ് താൻ അവസാനമായി റോസിയെ കണ്ടത്. പിന്നെ ഇപ്പോഴാണ് നേരിൽ കാണുന്നത്. പഴയ റോസിയിൽ നിന്നും 8 വർഷത്തെ മാറ്റമുണ്ട് ഇപ്പോഴത്തെ റോസിക്കെന്ന് സണ്ണിക്ക് തോന്നി. തൻ്റെ റോസിയുടെ ഒരു നിഴൽ ചിത്രം പോലെ. സണ്ണിക്ക് അങ്ങനെയാണ് തോന്നിയത്. റോസി ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴികൾ എത്ര മനോഹരമായിരുന്നു. അത് കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റോസി അറിയാതെ സണ്ണിയുടെ അതരം മന്ത്രിച്ചു. അവൾ ശബ്ദിക്കാൻ മറന്ന് നിശ്ചലയായി നിൽക്കുകയായിരുന്നു. അവൻ്റെ ആ ശബ്ദം വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് കേൾക്കുന്നത് പോലെ അവൾ തിരിച്ചറിഞ്ഞു. അതേ സണ്ണിച്ചാൻ്റെ പഴയ റോസി തന്നെ. അത് പറഞ്ഞതും റോസി അടക്കി നിർത്തിയിരുന്ന സങ്കടം അണപൊട്ടി ഒഴുകി. അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. അവൾ ഏങ്ങലടിച്ചുകൊണ്ട് തിരിഞ്ഞ് അകത്തേക്കോടി. റോസി, പറയട്ടെ. സണ്ണി പിന്നാലെ ചെന്നു. സണ്ണിച്ചൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത്രയ്ക്ക് ക്രൂരതയല്ലേ ഞാൻ സണ്ണിച്ചനോട് ചെയ്തത്? ഡൈനിങ് ഹാളിലെ മേശയിൽ ചാരി നിന്നുകൊണ്ട് റോസി കണ്ണുകൾ തുടച്ചു. റോസി, നീ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ ഇപ്പോൾ പറയാൻ വന്നത് സണ്ണി മുഴുമിക്കാതെ നിർത്തി. സന്തോഷം അതില്ലാതായിട്ട് 8 വർഷം കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞതോടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും കൈമോശം വന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. നിരപരാധിയായ ഒരു മനുഷ്യനെ ജയിലിൽ അടച്ചതിലുള്ള കുറ്റബോധത്താൽ ഈ നിമിഷം വരെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ആരോ സണ്ണിച്ചനെ ചതിച്ചതാണ്, അവൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. അതെ റോസി, ഇപ്പോഴെങ്കിലും നീ സത്യം മനസ്സിലാക്കിയല്ലോ. എനിക്കെതിരെ സാക്ഷി പറഞ്ഞപ്പോഴും ഒരു നികൃഷ്ട ജീവിയെപ്പോലെ എൻ്റെ നേരെ കാർക്കിച്ച് തുപ്പിയപ്പോഴും എനിക്കറിയാമായിരുന്നു സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന്. അന്ന് എന്നെ ആട്ടിയ അതേ നാവ് കൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് റോസി പറയുമെന്ന് ആശിച്ചിരുന്നു. നിന്റെ മമ്മിയെ കൊന്നിട്ട് എന്നെ ചതിച്ച് ജയിലടച്ചവനെ ഞാൻ കണ്ടെത്തും റോസി. അതുമാത്രമാണ് ഇനി എൻ്റെ ജീവിത ലക്ഷ്യം. സണ്ണിച്ചൻ എന്നോട് ക്ഷമിക്കണം അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അറിയാതെ ഞാൻ സണ്ണിച്ചനെ അറിയോ? ഒരു ദിവസം പോലും ഞാൻ സണ്ണിച്ചനെ ഓർക്കാതിരുന്നിട്ടില്ല. അഗ്നിയുടെ മുകളിൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകു പാവയാണെന്ന് ഞാൻ. അവൾ ഏങ്ങി കരഞ്ഞു. റോസി, നിന്റെ മോളെവിടെ? വിഷയം മാറ്റാനായി സണ്ണി ചോദിച്ചു. അവൾ സ്കൂളിൽ പോയതാ സണ്ണിച്ച. ഇൻഫന്റ് ജീസസ് സ്കൂളിൽ 3ാം ക്ലാസ്സിലാ. പഠിക്കാൻ മിടിക്കുക. കണ്ണുനീര് തുടച്ചുകൊണ്ട് റോസി അഭിമാനത്തോടെ പറഞ്ഞു. ആൽബർട്ടോ? ഹോസ്പിറ്റലിൽ കാണും. രാത്രി കുടിച്ച് വെളിവില്ലാതെ കയറി വരും. ഞാൻ പോട്ടെ റോസി. നിന്നെ കണ്ട് സത്യാവസ്ഥ പറയണമെന്ന വിചാരത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നീ എല്ലാം മനസ്സിലാക്കിയല്ലോ. ആശ്വാസം. സണ്ണി എണീറ്റു. സണ്ണിച്ചൻ എൻ്റെ വീട്ടിൽ ആദ്യം വന്നതല്ലേ. ഒരു കപ്പ് ചായ കഴിപ്പിച്ചിട്ട് ഞാൻ വിടൂ, പഴയ പ്രസരിപ്പോടെ റോസി പറഞ്ഞു. റോസി അടുക്കളയിലേക്ക് പോയി. സണ്ണി പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവളെ നോക്കിയിരിക്കുകയായിരുന്നു. റോസി പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ടുവന്ന് സണ്ണിക്ക് കൊടുത്തു. അവൻ ചായ പതുക്കെ മുത്തിക്കുടിച്ചു. ആഞ്ചലയ്ക്കും വറീതേട്ടനും സുഖമാണോ? ഡേസി ചേച്ചിയും വന്നിട്ടുണ്ട്. ഓ! റോസി അത്ഭുതത്തോടെ അവനെ നോക്കി. സണ്ണി ചായ കുടിച്ച് കപ്പ് റോസിയുടെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അടർന്ന് അവൻ്റെ കൈത്തണ്ടയിൽ വീണു. സണ്ണി തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി.
സങ്കടപ്പെട്ടുകൊണ്ട് അവിടുന്ന് പുഞ്ചിരിച്ചു. പോട്ടെ. സണ്ണി സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതും ഷോക്ക് അടിച്ചതുപോലെ നിന്നുപോയി. മുമ്പിൽ ആൽബർട്ട്. നല്ലതുപോലെ മദ്യപിച്ചിട്ടായിരുന്നു ആൽബർട്ടിന്റെ വരവ്. ചുവടുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ ഇപ്പൊ തീരെ പ്രതീക്ഷിച്ചു കാണില്ലെന്ന് എനിക്കറിയാം. പഴയ പരിചയം മൂട്ടിയുറപ്പിക്കാൻ വന്നതായിരിക്കും. നോയിന്റെ മോനെ, കഴിഞ്ഞതുകൊണ്ടൊന്നും നിനക്ക് മതിയായിട്ടില്ലെങ്കിൽ ഇനിയും തരാമടാ. ആൽബർട്ട് സണ്ണിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് വലിച്ചുലച്ചു. സണ്ണി കൈ കുതറിച്ച് ഷർട്ട് വലിച്ച് നേരെയിട്ടു. നടക്കില്ല ആൽബർട്ട്. പണ്ട് നീയും നിന്റെ വാലാട്ടിപ്പട്ടികളും കുറെ എന്നെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്. എന്റെ ജാൻസിമോളുടെ മാനം കവർന്നെടുക്കാൻ പോലും നീ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടുന്നത് പേടിച്ചിട്ടാണെന്ന് വിചാരിച്ചാ നിനക്ക് തെറ്റിപ്പോയി. ചെത്തിമറ്റ സണ്ണി വേണമെങ്കിൽ ഇനിയും ഒരു ജീവപര്യന്തം അനുഭവിക്കാൻ തയ്യാറാ. അത് നിന്നെ പോലെ ആണും പെണ്ണും കെട്ട ഒരു ചെറ്റയെ കൊന്നിട്ടാണെങ്കിൽ അതിനെന്ത് അന്തസ്സാടാ ഉള്ളത്? എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതറിഞ്ഞിട്ട് ഞാൻ വരും. നീയാണ് എന്നെ ചതിക്കാൻ കൂട്ടുനിന്നതെങ്കിൽ നിന്റെ ഉണ്ണിക്കുട വയറിൽ കത്തി കയറ്റിയിട്ടേ സണ്ണി പോകൂ. ഓർത്തോ? ഒരു കൊടുങ്കാറ്റ് പോലെ സണ്ണി ഞെട്ടിത്തിരിഞ്ഞു. അങ്ങനെ അങ്ങ് മിടുക്കനായി പോകാൻ വരട്ടെ. ഇവളെ കൂടി വിളിച്ചോണ്ട് പോയി കൂടെ പൊറിപ്പിച്ചോ. ആരാന്റെ വിഴുപ്പ് ഇനി ഞാനെന്തിനു ചുമക്കണം? സ്വന്തം കെട്ടിയോളെ കുറിച്ച് തെണ്ടിത്തരം പറയുന്നു. നീ ഏത് കോപ്പില ഡോക്ടറാടാ? സണ്ണി കാറി തുപ്പി. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ തീരുമാനിച്ചാ മതി. അവളുടെ തന്ത അവളെ എന്റെ തലയിൽ കെട്ടിവെച്ചപ്പോ നിന്റെ പടുമുള അവളുടെ വയറ്റിൽ വളർന്നുണ്ടായിരുന്നടാ. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവളെ എന്റെ പട്ടമഹിഷിയായി വാഴിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല. മേടയിൽ കുര്യച്ചന്റെ പൂത്ത കാശ് കണ്ടിട്ട് തന്നെയാ. ആൽബർട്ട്. സണ്ണി ഞെട്ടിപ്പോയി. എന്തിനാ ഞെട്ടിയത്? സത്യമാണോന്നറിയാൻ അവളെ വിളിച്ച് ചോദിച്ചു നോക്ക്, നിന്റെ പഴയ പ്രാണസഖിയോട്. ആൽബർട്ട് ഇടറുന്ന കാലടികളോടെ അകത്തേക്ക് പോയി. റോസി! ഇടിവെട്ടുന്നത് പോലെ സണ്ണി വിളിച്ചു. എല്ലാം കേട്ടുകൊണ്ട് ഡൈനിങ് ഹാളിന്റെ മൂലയിൽ തലയും താഴ്ത്തി റോസി നിന്നിരുന്നു. ഇത് സത്യമാണോ? ഒറ്റ കുതിപ്പിന് സണ്ണി അവളുടെ അടുത്തെത്തി. പറ, എനിക്കറിയണം. നിന്റെ മോൾ എൻ്റെ കുഞ്ഞാണോ? ഒരു ഭ്രാന്തനെ പോലെ സണ്ണി കിതച്ചു. അതിനുള്ള മറുപടി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. സണ്ണി പകപ്പോടെ ചുറ്റും നോക്കി. എല്ലാം സത്യമാ സണ്ണിച്ച. ഡെല്ല മോളുടെ പപ്പ സണ്ണിച്ചൻ തന്നെയാ. സണ്ണിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഗർഭിണിയാണെന്നും ആരൊക്കെ എതിർത്താലും നമ്മുടെ വിവാഹം നടത്തണമെന്നും പറയാനാണ് ഞാൻ സണ്ണിച്ചനോട് അന്ന് ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞത്. പക്ഷേ വിധി എന്ന് സണ്ണിച്ചൻ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചു. പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആൽബർട്ട് എന്നെ ഭാര്യയാക്കി. ഡാഡിയുടെ സ്വത്തിലായിരുന്നു ആൽബർട്ടിന്റെ കണ്ണ്. എൻ്റെ കുഞ്ഞിനെ മുളയിലെ നുള്ളിക്കളയണമെന്ന് ആൽബർട്ട് നിർബന്ധിച്ചിട്ടും ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് വാശിയായിരുന്നു. സണ്ണിച്ചൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണമെന്ന വാശി. ഒടുവിൽ ഞാൻ തന്നെ ജയിച്ചു. പക്ഷേ അതിന് പകരം കൊടുക്കേണ്ടി വന്നത് എൻ്റെ ജീവിതമായിരുന്നു. എങ്കിലും ഞാൻ തളർന്നില്ല സണ്ണിച്ച. സണ്ണിച്ചിന് വേണ്ടി ബാക്കി വെച്ച സ്നേഹം മുഴുവനും കൊടുത്ത് ഞാൻ അവളെ വളർത്തി. എന്നെങ്കിലും ഒരിക്കൽ സണ്ണിച്ചൻ എന്നെ തേടി വന്നാൽ ഇതാണ് നിന്റെ പപ്പ എന്ന് ചൂണ്ടിക്കാണിച്ച് 8 വർഷം അനുഭവിച്ച വേദനകൾക്കും പീഡനങ്ങൾക്കും പകരമായി എൻ്റെ മോളെ ഏൽപ്പിക്കാൻ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ റോസി പൊട്ടിക്കരഞ്ഞു. ഇരുളിൽ വഴിയറിയാതെ ഒറ്റപ്പെട്ടു പോയ യാത്രക്കാരനെ പോലെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു സണ്ണി. മഞ്ഞുവയൽ പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം പോയപ്പോഴാണ് ആഞ്ചലിയുടെയും ജാൻസിയുടെയും കൂടെ റോസ്മേരിയെ സണ്ണി കണ്ടത്. അവൾ കണ്ണുകൾ കൊണ്ട് എന്തോ ചില ആംഗ്യങ്ങൾ കാണിച്ചു. പക്ഷേ സണ്ണിക്കത് മനസ്സിലായില്ല. പ്രദക്ഷിണം കുരിശുപള്ളിയിലെത്തി. പ്രസംഗം തുടങ്ങിയതും റോസി ആളുകളുടെ ഇടയിലൂടെ സണ്ണിയുടെ അടുത്തെത്തി. വാ, ഒരു കാര്യം പറയാനുണ്ട്. അവൾ പതുക്കെ മന്ത്രിച്ചു. ആരുടെയും കണ്ണിൽപ്പെടാതെ അവർ സ്കൂളിന്റെ പിൻഭാഗത്തേക്ക് പോയി. അവിടെ വിജനമായ ക്ലാസ് മുറിയിൽ കയറി. എന്താ പറയാനുള്ളത്? ഇത് തന്നെ. പറഞ്ഞു കഴിഞ്ഞതും റോസി സണ്ണിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഛേ, എന്താ ഈ കാണിക്കുന്നേ? പ്രദക്ഷിണം കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ തിരക്കും, പ്രത്യേകിച്ച് അതിൻ്റെ മമ്മി. അകന്നു മാറിക്കൊണ്ട് സണ്ണി പറഞ്ഞു. മമ്മിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. സണ്ണിച്ചിനെ കുറിച്ച് എന്നോട് ഏതാണ്ടൊക്കെ ചോദിച്ചു. നിന്നെ എനിക്ക് കെട്ടിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും. അയ്യടാ, നല്ല പൂതി. മനസ്സിലങ്ങ് വെച്ചാ മതി. എന്നാ പെണ്ണിനെ ഇനി കാറോടിപ്പിക്കാൻ പഠിപ്പിക്കണ്ട എന്ന് പറയാനായിരിക്കും. അതിന് കാറോടിക്കാൻ വേണ്ടിയല്ല, സണ്ണിച്ചിനെ കാണാൻ വേണ്ടിയാ ഞാൻ വരുന്നതെന്ന് മമ്മിക്ക് അറിയില്ലല്ലോ.
എങ്കിൽ ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാം. ചതിക്കല്ലേ, ഈ സണ്ണിച്ചന് ഒരു റൊമാൻസും ഇല്ല. പാതിരാത്രിക്കല്ലേ പ്രേമവും റൊമാൻസും. അതിന് രാത്രിയും പകലുമുണ്ടോ സണ്ണിച്ച? റോസി, കളിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ നാടകം കാണാൻ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് മമ്മി വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കണ്ട, പ്രസംഗം കഴിഞ്ഞു. നീ വരുന്നുണ്ടോ? സണ്ണി പോകാനായി തിരിഞ്ഞതും ഒരു തളിർലത പോലെ റോസി അവൻ്റെ മാറിൽ തല ചേർത്തു. അവളുടെ ദേഹത്തെ വില കൂടിയ സുഗന്ധദ്രവ്യത്തിൻ്റെ ഗന്ധം അവൻ്റെ തലയ്ക്ക് മത്തു പിടിപ്പിച്ചു. സണ്ണിച്ച, സണ്ണിച്ചൻ എന്നെ മറന്ന് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമോ? അവൾ ഒരു സാധാരണ പെണ്ണായി. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ റോസി, ചെത്തിമറ്റ സണ്ണി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മേടയിൽ കുര്യച്ചൻ്റെ മകൾ റോസ്മേരി കുര്യനെയാണെന്ന്. ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? അവളെ ദേഹത്തോട് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. അറിയാം, എന്നാലും സണ്ണിച്ചൻ്റെ നാവ് കൊണ്ട് അത് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു പേടി പോലെ. മമ്മിയും ഡാഡിയെയും പിന്നെ ജോയിച്ചായനുമൊക്കെ എതിർത്തുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ സണ്ണിച്ച? ഞാനില്ലേ നിൻ്റെ ഒപ്പം, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും. അതല്ല സണ്ണിച്ച, മതിയായ ഒരു കാരണമുണ്ടെങ്കിൽ എനിക്ക് വാദിച്ച് ജയിക്കാം. അവരുടെയൊക്കെ പിടിവാശിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാം. എല്ലാവരുടെയും മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് ചെത്തിമറ്റ സണ്ണിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നുവെന്ന് വീറോടെ പറയാം. പക്ഷേ അതിന് സണ്ണിച്ച മനസ്സ് വയ്ക്കണം. നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും റോസി. ഇങ്ങനെയൊരു സണ്ണിച്ചൻ. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ എൻ്റെ കുട്ടന്? എന്നാ കേട്ടോ, സണ്ണിച്ചൻ്റെ ജീവൻ എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ ബന്ധത്തിന് ആരെങ്കിലും എതിരെ നിൽക്കുമോ? പറയ് റോസി. സണ്ണി ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട വേണ്ട, അങ്ങനത്തെ ദുർചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എൻ്റെ ജീവിതത്തിലേക്ക് നീ കയറി വരേണ്ടത് എല്ലാവിധ പരിശുദ്ധിയോടും കൂടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വാ, നമുക്ക് പോകാം. സണ്ണി നടക്കാൻ തുടങ്ങിയതും റോസി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പിന്നെ ഇണ ചേരുന്ന നാഗത്തെ പോലെ അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം ചേർത്തു. സണ്ണിച്ച, ഇന്ന് തിരുവമ്പാടിയിൽ പോയി റോസിയെ കണ്ടോ? ഓർക്കാപ്പുറത്ത് ആ ചോദ്യം കേട്ടതും സണ്ണി ഒന്ന് പതറി. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് മറീതേട്ടൻ്റെ വരവെന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്കും ആഞ്ചലയും ഓടി വന്നു. നീ റോസിയുടെ വീട്ടിൽ ചെന്നെന്നും അവിടെ വെച്ച് ആൽബർട്ടുമായി വാക്കേറ്റമുണ്ടായെന്നുമൊക്കെ അങ്ങാടി പാട്ടാ. നീ വരുന്നത് നോക്കിയിരുന്നിട്ട് കാണാത്തതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങ് പോന്നത്. ഇത് കേട്ടതും ആഞ്ചല ഞെട്ടിപ്പോയി. സണ്ണിച്ചായൻ റോസിയെ കാണാൻ തിരുവമ്പാടിക്ക് പോയെന്ന് അവൾക്ക് ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സണ്ണിച്ചായ, ചാച്ചൻ പറഞ്ഞത് നേരാണോ? ഒരാവേശത്തോടെ ആഞ്ചല ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ കാണാൻ പോകരുതെന്ന്. സണ്ണിച്ചായന് കഴിഞ്ഞതൊന്നും മതിയായില്ലെന്നുണ്ടോ? ഒരു റോസ്മേരി, അവൾ കാരണമാ സണ്ണിച്ചായൻ ഒരു കൊലയാളിയായത്. ആ വിചാരം വല്ലതും മനസ്സിലുണ്ടോ? ആഞ്ചലേ, അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണകളാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. റോസി പാവമാണെന്നും അവൾ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്നും എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കറിയാം? അങ്ങനെ അങ്ങ് തീർത്ത് പറയല്ലേ മോളെ. എനിക്ക് അവളെ ഇനി കാണാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം റോസി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്, മുന്ത് പ്രസവിച്ച അമ്മ. തലയിൽ ഇടിമിന്നലേറ്റതുപോലെ ആഞ്ചല നടുങ്ങിപ്പോയി. സണ്ണി പറഞ്ഞത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു ആഞ്ചല. ക്രമം വിട്ട ശ്വാസോച്ഛ്വാസത്തിൽ അവളുടെ നെഞ്ച് പടപടാന്ന് മിടിച്ചുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞ്? വിശ്വാസം വരാത്ത മട്ടിൽ ആഞ്ചല സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. രക്തമയം വാർന്ന് വിളറി ഒരു മെഴുകുപ്രതിമ പോലത്തെ അവളുടെ മുഖം സണ്ണി കണ്ടു. ആഞ്ചല ഇപ്പോൾ ബോധശൂന്യായും നിലംപതിക്കുമെന്ന് അവന് തോന്നി. മറീതേട്ടൻ്റെയും ഡേസിയുടെയും സ്ഥിതിയും വിഭിന്നമായിരുന്നില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ മറീതേട്ടൻ ഭിത്തിയിലേക്ക് തലചാരി. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയായിരുന്നു അയാളുടെ ഇരിപ്പ്. സണ്ണി മോനെ, വെറുതെ ഓരോന്ന് പറഞ്ഞ് ആ കൊച്ചിനെ സങ്കടപ്പെടുത്താതടാ. അവർക്കിടയിൽ തളം കെട്ടി നിന്ന മൗനത്തിൻ്റെ വാൽമീകം തകർത്തെറിഞ്ഞുകൊണ്ട് ഡേസി പറഞ്ഞു. ഞാൻ ആരെയും സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല ചേച്ചി. ശാന്തനായി സണ്ണി തുടർന്നു. ഞാൻ പറഞ്ഞത് പകല് പോലത്തെ സത്യമാ. ആ സത്യം അറിയാൻ ഞാൻ 8 കൊല്ലം വൈകിപ്പോയെന്ന് മാത്രം. അപ്പോൾ നീ പറഞ്ഞു വരുന്നത്? അതെ ചേച്ചി, റോസിയുടെ മോൾ എൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാ.
സണ്ണി പറഞ്ഞതും മുള ചീന്തും പോലെ ആഞ്ചല പൊട്ടിക്കരഞ്ഞു. പിന്നെ അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ വീട്ടിലേക്ക് ഓടി. സ്തംഭിച്ച് നിന്നുപോയി സണ്ണി. സണ്ണിച്ച, മോനെ, എൻ്റെ കുഞ്ഞിനെ നീ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കണ്ണടഞ്ഞ അതിനാരുമില്ലാതായി പോകുമല്ലോടാ. വറീദേട്ടൻ്റെ കണ്ണു നിറഞ്ഞു. തോളിൽ കിടന്ന തോർത്തുമുണ്ടിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചുകൊണ്ട് വറീദേട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങി. സണ്ണി, നീ എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് വേണ്ടി ഇനിയും എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറുള്ളവളാ ആഞ്ചല. പിന്നെ പാവം വറീദേട്ടൻ, അവരെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചിട്ട് വേണമോടാ ഇനി നിനക്കൊരു ജീവിതം. ഡേസിയുടെ സ്വരത്തിലെ ഭാവമാറ്റം സണ്ണി തിരിച്ചറിഞ്ഞു. സണ്ണി വികലമായി ഒന്ന് ചിരിച്ചു. ചേച്ചി, ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. റോസിയെ കാണുന്നത് വരെ അവൾക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ മാത്രമേ ഇടമുണ്ടായിരുന്നുള്ളൂ. എന്നെ തള്ളി പറഞ്ഞത്, എനിക്കെതിരായി സാക്ഷി പറഞ്ഞത് എന്തിനാണെന്നറിയാൻ വേണ്ടി സത്യാവസ്ഥ അവളെ ബോധിപ്പിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ചു പോരാൻ. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ വിശ്വാസങ്ങളൊക്കെ അവളുടെ ഒറ്റ വിളിയിൽ തകിടം മറിഞ്ഞുപോയി ചേച്ചി. അവളിന്നും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, ശിക്ഷ കഴിഞ്ഞ് വരുന്ന എനിക്ക് സമ്മാനമായി തരാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പഴയ സണ്ണിയായിപ്പോയി. അതെൻ്റെ കുറ്റമാണോ ചേച്ചി? ചേച്ചി പറ. സണ്ണിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഡേസിക്ക് ഉത്തരം മുട്ടിപ്പോയി. ഒരു നിമിഷം അവൾ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും വിട്ട് ചന്ദ്രേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് ഓർമ്മിച്ചു. സണ്ണി, ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ലടാ, ആഞ്ചലയെക്കുറിച്ചാണ്. അവൾ നിന്നെ മനസ്സിൽ വരിച്ച് 8 കൊല്ലം കാത്തിരുന്നവളാണ്. ഈ വാർത്ത ഒരു പക്ഷേ അവളുടെ സമനില തെറ്റിച്ചേക്കും. അവൾ എന്തെങ്കിലും അവിവേകം കാട്ടിയാൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിട്ട് എന്താടാ കാര്യം? സണ്ണിയുടെ തലയ്ക്കുള്ളിലും ഒരു മിന്നലുണ്ടായി. ആഞ്ചലയെ തനിക്കറിയാം. ചേച്ചി പറഞ്ഞതുപോലെ അവൾ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചാൽ തന്നെ അതൊരു ശാപം പോലെ പിന്തുടരും. പിന്നെ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും തനിക്ക് കഴിയുമോ? ചേച്ചി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? സണ്ണി ധൃതിയിൽ എണീറ്റു. നീ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആശ്വസിപ്പിക്ക്, ആ വറീദേട്ടനെയും. സണ്ണി വറീദേട്ടൻ്റെ മുറ്റത്ത് കയറി ചെല്ലുമ്പോൾ തിണ്ണയിൽ വെളിച്ചം പോലുമില്ല. വറീദേട്ടാ, വറീദേട്ടാ! സണ്ണി 2 ആവർത്തി വിളിച്ചപ്പോഴാണ് തിണ്ണയിലെ ലൈറ്റ് തെളിച്ചത്. വാതിൽ തുറന്ന് വറീദേട്ടൻ ഇറങ്ങി വന്നു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് വറീദേട്ടൻ പടുവൃദ്ധനായതുപോലെ സണ്ണിക്ക് തോന്നി. സണ്ണിച്ചനോ, കയറി വാ. വറീദേട്ടൻ്റെ ശബ്ദം അടഞ്ഞതുപോലെ അവന് തോന്നി. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. വറീദേട്ടൻ കരയുകയായിരുന്നുവെന്ന് സണ്ണിക്ക് മനസ്സിലായി. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഇവരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ തനിക്ക് അവകാശമില്ല. അവൻ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്തു. ആഞ്ചല എവിടെ വറീദേട്ടാ? മുറിയിൽ കയറി കതകടിച്ചിട്ട് ഒരേ കിടപ്പാ മോനെ എൻ്റെ കുഞ്ഞ്. ഗദ്ഗതം കാരണം വറീദേട്ടന് അത് മുഴുമിപ്പിക്കാനായില്ല. സണ്ണി ആഞ്ചലയുടെ മുറിയുടെ വാതിൽക്കിലെത്തി. എന്നിട്ട് വാതിലിൽ തട്ടി വിളിച്ചു. ആഞ്ചലേ, എടി പെണ്ണേ, വാതിൽ തുറക്കടി. എൻ്റെ സണ്ണിച്ചനാ പറയുന്നത്. നീ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. അകത്ത് കാൽപ്പെരുമാറ്റം കേട്ടു. വാതിൽ മലർക്കി തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആഞ്ചലയെ കണ്ട് സണ്ണി അമ്പരന്നു പോയി. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റിയ പാട്, ചുവന്ന് കലങ്ങിയ കണ്ണുകൾ, പാറിപ്പറന്ന മുടിയിഴകൾ. സണ്ണിക്ക് എല്ലാ നിയന്ത്രണവും തെറ്റിപ്പോയി. എൻ്റെ പെണ്ണെ! ഒരു തേങ്ങലോടെ അവളെ തൻ്റെ മാറിലേക്ക് വലിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. നിന്റെ ഈ സ്നേഹം കാണാതെ പോയ ഞാനൊരു പമ്പര വിഡ്ഢിയായി പോയല്ലോടി മോളെ. സണ്ണിച്ചായ! ആഞ്ചല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ഗാഠം പുണർന്നു. അങ്ങോട്ട് വന്ന വറീദേട്ടൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്ന് നിറഞ്ഞ് ആ കാഴ്ച മറഞ്ഞുപോയി. ആഞ്ചലെ, എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഞാൻ പറയുന്നത് മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അവളെ ഒരു പുഷ്പം പോലെ ദേഹത്തു നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് സണ്ണി പറഞ്ഞു. എന്താണ് സണ്ണിച്ചായം പറയാൻ പോകുന്നതെന്ന അർത്ഥത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ നിനക്ക് മറ്റൊരു സ്ഥാനമില്ലായിരുന്നു. എൻ്റെ ജാൻസി മോളുടെ സ്ഥാനത്താണ് നിന്നെ ഞാൻ കണ്ടിരുന്നത്. എന്നാൽ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നപ്പോൾ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ നിന്റെ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം നിഷ്ഫലമായി പോയി. സണ്ണി ഒന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ തുടർന്നു. ഇന്ന് പുല്ലന്തറ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ? ആഞ്ചലയെ ദുഃഖിപ്പിക്കരുതെന്ന്. അതിൻ്റെ കണ്ണീര് കുറേ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ വീണിട്ടുണ്ടെന്ന്. അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ വാക്കു കൊടുത്തു.
ഞാനും നീയും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന്. എങ്കിലും മനസ്സിൻ്റെ ഒരു മൂലയിൽ റോസി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ കാണണമെന്ന ആഗ്രഹത്തിന് കടിഞ്ഞാണിടാൻ കഴിയാതെ പോയത്. ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത്. പക്ഷെ ഒന്നുണ്ട്, 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ തെറ്റ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾ ആരും എന്നെ ശിക്ഷിക്കരുത്. സണ്ണിച്ചായനെ സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ മോള് സണ്ണിച്ചായൻ്റെ ആണെന്ന് റോസി കള്ളം പറഞ്ഞതാണെങ്കിലോ? ആഞ്ചല പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു. സണ്ണി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവിടെയാണ് മോളെ നീയും റോസിയും തമ്മിലുള്ള വ്യത്യാസം. ഞാനൊന്ന് മൂളിയാൽ മതി, റോസി ഇപ്പോൾ വേണമെങ്കിലും എൻ്റെ കൂടെ ഇറങ്ങി വരും. ആ മനസ്സ് ഇന്ന് പൂർണ്ണമായും എൻ്റെ മുമ്പിൽ മലർക്കെ തുറന്ന് ഞാൻ കണ്ടതാണ്. അവൾക്ക് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യമില്ല. പിന്നെ ആൽബർട്ട്, ഒരിക്കൽ പോലും ഒരു ഭർത്താവും തൻ്റെ ഭാര്യ പ്രസവിച്ച സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ മറ്റൊരുത്തൻ്റെ തലയിൽ കെട്ടിവെക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവന് നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല. റോസിയുടെ സ്വത്തുക്കൾ മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയെ മറക്കാൻ ഒരു പുരുഷന് കഴിഞ്ഞേക്കും. എന്നാൽ തൻ്റെ കടിഞ്ഞൂൺ സന്താനത്തിന് പിതൃത്വം നൽകിയ പുരുഷനെ ഒരു സ്ത്രീക്ക് മറക്കാനാവില്ല മോളെ. ഞാൻ സണ്ണിച്ചായനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. റോസിയുടെ മോൾ സണ്ണിച്ചായൻ്റെ മോളാണെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. സണ്ണിച്ചായന് മനസ്സിലാകുന്നുണ്ട് എൻ്റെ മനസ്സ്. പക്ഷേ എൻ്റെ സ്വന്തം മകളെ തള്ളിപ്പറയാൻ എനിക്ക് വയ്യല്ലോ മോളെ. ഒരനാഥയെപ്പോലെ എൻ്റെ മോൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. നമ്മുടെ മോളായി അവൾ വളരും. അപ്പോൾ റോസി, അവൾ വന്നാൽ സണ്ണിച്ചായൻ സ്വീകരിക്കുമോ? പിന്നെന്താ, എൻ്റെ കുഞ്ഞിന് അവളുടെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും നിഷേധിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ മോളെ. ആഞ്ചല തകർന്നുപോയി. ആദ്യം കുഞ്ഞ്, പിന്നാലെ അമ്മ. അപ്പോൾ ഈ 8 കൊല്ലം ഞാനൊരു വിധവയുടെ വേഷം കെട്ടി സണ്ണിച്ചായന് വേണ്ടി ജീവിച്ചത് വെറുതെ ആയിരുന്നു സണ്ണിച്ചായ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്ന് ആര് പറഞ്ഞു? റോസി എൻ്റെ ഒപ്പം താമസിക്കുമെന്ന് കരുതി ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് നീ കരുതിയോ? സണ്ണിച്ചായൻ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ വിഷമിക്കേണ്ട, ഒക്കെ വഴിയാ മനസ്സിലാകും. നീ സമാധാനത്തോടെ ഇരിക്കുക. സണ്ണിച്ച മോനെ, നീ ഏതാണ്ടൊക്കെ എൻ്റെ മോളോട് പറയുന്നത് ഞാൻ കേട്ടു. എല്ലാം ഒന്നും എനിക്ക് മനസ്സിലായതുമില്ല. എങ്കിലും എൻ്റെ മോളെ നീ കൈവിടില്ലെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്താ പറയതേട്ടാ, സണ്ണിച്ചനെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? അവൾക്ക് ഞാനുണ്ടാവും അറിയതേട്ടാ, എന്നും എപ്പോഴും. അവൾ എൻ്റെ പെണ്ണ, ദൈവം തമ്പുരാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പെണ്ണ്. ആ ദൈവം തമ്പുരാൻ വിചാരിക്കാതെ ആർക്കും അവളെ എന്നിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. വറീതേട്ടന് ഈ ഉറപ്പ് പോരെ? സണ്ണി വറീതേട്ടൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. മതി മോനെ, എനിക്ക് അത് മാത്രം മതി. അകത്തു നിന്നും ആഞ്ചല ഉൾപ്പുളകത്തോടെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ വറീതേട്ടാ? ചേച്ചി തനിച്ചല്ലേ ഉള്ളൂ. സണ്ണി തിണ്ണയിലേക്ക് ഇറങ്ങി. സണ്ണി, നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. അരവിന്ദ് സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. വറീതേട്ടാ, ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് കരുതിയതാ. ആരാ ഈ അരവിന്ദൻ സാറ്? സണ്ണി വറീതേട്ടനെ നോക്കി. അരവിന്ദ് സാറാ പുലിക്കയത്തെ പുതിയ പാലത്തിൻ്റെ പണി കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഓഹോ, സാർ എവിടെയാ താമസം? നമ്മുടെ ആലക്കിലെ വറീച്ചൻ്റെ വാടക വീട്ടിലാ. സാറിൻ്റെ കുടുംബമൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ടില്ലെന്നാ പറയുന്നത്. ഞാൻ പോയിട്ട് വരാം വറീതേട്ടാ. സണ്ണി വീട്ടിലേക്ക് ചെന്നു. മുണ്ടും ഷർട്ടും മാറ്റി. നീ എങ്ങോട്ടാടാ ഈ രാത്രിയിൽ? അരവിന്ദ് സാറിന് എന്നെ ഒന്ന് കാണണമെന്ന് വറീതേട്ടനോട് പറഞ്ഞു വിട്ടതാ. അതിന് ഈ പാതിരേക്കാണോ പോണത്? എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ചോറിൻ്റെ പോടാ. എനിക്ക് വിശപ്പില്ല, ചേച്ചി കഴിച്ചോ. എടാ, ആ അരവിന്ദ സാർ കുര്യച്ചൻ്റെ ആളാണെന്നല്ലേ നീ പറഞ്ഞത്? ആരായാലും എന്താ, ഞാൻ പോയിട്ട് വരാം. ചേച്ചി വാതിലടച്ചു കിടന്നു. സണ്ണി പുറത്തിറങ്ങിയതും DC വാതിലടച്ചു. ടോർച്ചിന്റെ പ്രകാശത്തിൽ സണ്ണി താഴെ റോഡിലിറങ്ങി നടന്നു നീങ്ങുന്നത് ആഞ്ചല നോക്കി നിന്നു. മാർത്തോമ പള്ളി സെമിത്തേരിയിലേക്ക് തിരിയുന്ന വളവിലെത്തിയതും പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ടതുപോലെ സണ്ണിക്ക് തോന്നി. അവൻ തിരിഞ്ഞു നോക്കിയതും കൈക്ക് ശക്തമായ ഒരടിയേറ്റ് ടോർച്ച് തെറിച്ചുപോയി. ഇരുളിൽ കുറെ രൂപങ്ങൾ തനിക്കെതിരെ വലയം തീർക്കുന്നത് ഉൾക്കിടിലത്തോടെ സണ്ണി കണ്ടു. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.